നമസ്കാരം. നമ്മുടെ ഇവിടുത്തെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു പ്രേംസിഷ്. നമ്മൾ തയ്യാറാക്കുന്നത് തക്കാളി മുട്ട ബജിയാണ്. ഇത് തയ്യാറാക്കുന്നത് എനിക്ക് സൂര്യയാണ്. നമസ്കാരം, എൻ്റെ പേര് സൂര്യ. ഇന്ന് നമ്മൾ തക്കാളി മുട്ട ബജിയാണ് തയ്യാറാക്കുന്നത്. ഇതൊരു സാധാരണ മുട്ട ബജി അല്ല. നമ്മൾ തക്കാളി ചമ്മന്തി ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു മുട്ട ബജിയാണ്. സോസിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിന് വേറെ ചട്നിയുടെയും സോസിന്റെയും ഒന്നും ആവശ്യം വരില്ല. ഈ തക്കാളി ചമ്മന്തി മുട്ട ബജിയിലുള്ളത് തന്നെ ധാരാളമാണ്. നമുക്ക് വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോ പെട്ടെന്ന് ഒരു സർപ്രൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് തക്കാളി മുട്ട ബജി. അപ്പൊ നമുക്ക് അതിന്റെ നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് സൂര്യ? നമ്മൾ ആദ്യം ടൊമാറ്റോ എഗ് ബജിയുടെ ഫില്ലിംഗ് ആയിട്ടുള്ള തക്കാളി ചമ്മന്തിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് തക്കാളി ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് നമ്മൾ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരിടത്തരം സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, 2-3 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ പൊടികളായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും, ഇത്രയും മതി ഇതിന്. അപ്പൊ നമുക്ക് തക്കാളി ചമ്മന്തി തയ്യാറാക്കാം. നമ്മുടെ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഗ്യാസിലൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചിയൊക്കെ അരിഞ്ഞത് ചേർക്കാം. നമ്മുടെ സവാള നല്ലോണം ഒന്ന് വഴണ്ട് കിട്ടണം. പൊടിയുപ്പ് ചേർക്കുന്നവർക്ക് ഈ സമയത്ത് പൊടിയുപ്പ് ചേർത്ത് സവാള വേഗം വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള ഒരുവിധം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. നമുക്ക് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മിക്സ് ചെയ്യാം. പൊടികളൊക്കെ ഒന്ന് മൂക്കണം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പൊടി മൂത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പുനീര് ചേർക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച തക്കാളി അരിഞ്ഞത് ചേർക്കാം. നമ്മുടെ തക്കാളി നല്ലോണം വെന്ത് ഉടയണം. തക്കാളി വേണമെങ്കിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പൊ നമ്മുടെ തക്കാളി നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ആറിയിട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ ബജിയുടെ മാവ് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: കടലമാവ്, അരിപ്പൊടി, ഉപ്പ്, പിന്നെ സോഡാപ്പൊടി ഉണ്ടെങ്കിൽ മതി, ഓപ്ഷനിലാണ്. പിന്നെ കായപ്പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും നിർബന്ധമില്ല, സാധാ മുളക് പൊടി ആയാലും മതി. പിന്നെ 5 മുട്ടയ്ക്കുള്ള മാവാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പൊ നമുക്ക് മാവ് തയ്യാറാക്കിയാലോ? നമ്മുടെ മാവില് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കാം. അതിലേക്ക്
1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. ഒരു സോഡാപ്പൊടി അതെ, വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ ഞാനിവിടെ കാശ്മീരി ചില്ലി അളന്ന് വെച്ചിരിക്കുന്നതാണ്, അത് ചേർക്കാം. സാധാരണ മുളക് പൊടി ആണെങ്കിൽ 1/2 സ്പൂൺ മതിയാവും. അതെ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് വെള്ളം ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കാം. നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല തിക്കായിട്ടുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ തക്കാളി ചമ്മന്തി ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട നീളത്തിലല്ല, ഞാനിവിടെ വട്ടത്തിലാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ തക്കാളി ചമ്മന്തി വെച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഫില്ല് ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ, നമുക്ക് ഒരു മുട്ട എടുത്തിട്ട് അതിൻ്റെ ഉണ്ണി പുറത്തെടുക്കും. ആ ഉണ്ണിക്ക് പകരം അകത്ത് നമുക്ക് തക്കാളി ചമ്മന്തി വെച്ച് ഫില്ല് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ അകത്തേക്ക് തള്ളി ഫില്ല് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പുറത്തായിട്ട് ഉണ്ണി വയ്ക്കുക. ഇതുപോലെ നമുക്ക് അടുത്തതും ചെയ്യാം. ഉണ്ണി മാറ്റിയിട്ട് അതിലേക്ക് ഉള്ളിലേക്ക് നല്ലോണം കളിച്ചമ്മന്തി ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഉള്ളി തിരിച്ച് ഇങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. അതെ. ഒരു ചട്ടി വെച്ച് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ട ബാറ്ററിലേക്കിട്ട് മാവ് ഒഴിച്ച് നമുക്ക് ബജ്ജി റെഡി ആയിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് കൂടിയിടാം. വറുത്തെടുക്കാം. ബജ്ജി പാകമായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പൊ നമ്മുടെ തക്കാളി മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളി ചമ്മന്തിയൊക്കെ തക്കാളി മുട്ട ബജിയിൽ കാണാം. നല്ല അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടിരിപ്പുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
ഒന്നും പറയാനില്ല. അടിപൊളി എന്നല്ല അടിപൊളി. ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നിൻ്റെയും സോസിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചട്നിയുടെ ആവശ്യമില്ല. ഇതൊക്കെ നല്ല കോമ്പിനേഷനിൽ അത്ര തന്നെ എരിവിലും നല്ല അടിപൊളി കോമ്പിനേഷൻ നമുക്ക് ഇതാക്കിയിട്ട് അടിപൊളിയായിട്ട് തീർച്ചയായും വീട്ടിൽ പരീക്ഷ നോക്കുക. ഇഷ്ടമായ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം. അതുപോലെ നമസ്കാരം.